സംസ്ഥാന സർക്കാരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി നടനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ പ്രേംകുമാർ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ ഇരട്ട നീതിയെന്ന് പ്രേംകുമാർ തുറന്നടിച്ചു. സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശിച്ച സച്ചിദാനന്ദനെ സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്തുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രേംകുമാറിന്റെ വിമർശനം. ഒടുവിൽ സംസ്ഥാന സർക്കാരിനോടുള്ള നീരസം പ്രകടിപ്പിച്ച നടനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഇരട്ട നീതി ഉണ്ടായെന്ന് പ്രേംകുമാർ തുറന്നടിച്ചു. എന്തിനാണ് തന്നെ പുറത്താക്കിയതെന്ന് അറിയിക്കുക പോലും ചെയ്തില്ല. തുടർഭരണം പാടില്ലെന്ന് പറഞ്ഞ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച കെ സച്ചിദാനന്ദനെ സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രേംകുമാറിന്റെ വിമർശനം. ഇക്കഴിഞ്ഞ ഈ സംസ്ഥാന അവാർഡ് നിർണയത്തിന്റെ തലേ ദിവസം അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ പുറത്താവുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു ഇതും കിട്ടിയിട്ടില്ല. ഈ നിമിഷം വരെ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പും ആ കാര്യത്തിൽ ലഭിച്ചിട്ടുമില്ല. അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു അഭിപ്രായമാണ്. അത് ഞാൻ പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ എന്ത് അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കിയെന്നുള്ളത് മറ്റൊരു കാരണവും കാണുന്നില്ല. അപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് അങ്ങനെയാണ്. അതിൻ്റെ അറിയിപ്പ് പോലും തന്നില്ല. ആശാ വർക്കർമാരുടെ സമരത്തെ അനുകൂലിച്ചതിനെ തുടർന്നാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതെന്ന വിവരം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. ആശാ സമരത്തെക്കുറിച്ച് അനുകൂലിച്ച് പറഞ്ഞത് സദുദ്ദേശപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ആശാ സമരവുമായി ബന്ധപ്പെട്ട് മുമ്പ് ഈ സമരം പരിഹരിക്കുന്നത് ആവശ്യമാണ്, ഇല്ലെങ്കിൽ അത് ഗവൺമെൻറ്റിന് ഒരു ദോഷകരമായ ഒന്നാണ്. അത് തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക സംഗമം, അന്താരാഷ്ട്ര സംഗമം കൊച്ചിയിൽ നടക്കാൻ പോകുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ആലോചനാ യോഗം നടക്കുമ്പോൾ ഞാൻ ഉന്നയിച്ച ഒരു കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ അത് ഗവൺമെൻറ്റിന് ദോഷം ചെയ്യുന്ന വളരെ സദുദ്ദേശപരമായ ഒരു അഭിപ്രായം. നേരത്തെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പിലൂടെ ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പരസ്യ പ്രതിഷേധം പ്രേംകുമാർ പ്രകടമാക്കിയത്. ജനം, തിരുവനന്തപുരം.